ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. നീതിയും നിയമവും. ഇന്ത്യൻ ഭരണഘടനയെയും നിയമങ്ങളെയും മുൻനിർത്തി സംസാരിക്കുന്നു അഡ്വക്കേറ്റ് സൗമ്യ ബിജു. വാറന്റോട് കൂടിയാണ് അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അറസ്റ്റ് ചെയ്യുവാനുള്ള ഗ്രൗണ്ട്സ് ഉൾപ്പെടെ വാറന്റിലെ ഉള്ളടക്കം അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപായി വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നീതിപൂർവകമായ അറസ്റ്റായി കണക്കാക്കാവുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. അറസ്റ്റ് എന്ന വാക്ക് ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. തടയുക എന്നാണ് ഇതിനർത്ഥം. ഒരു വ്യക്തിക്ക് തന്റെ ഇഷ്ടാനുസരണം ചലിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതാക്കുകയാണ് അറസ്റ്റ് എന്ന പ്രവൃത്തിയിലൂടെ ചെയ്യപ്പെടുന്നത്. സാഹചര്യങ്ങൾക്ക് അനുസൃതമായി ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ മജിസ്ട്രേറ്റിനോ ഒരു സ്വകാര്യ വ്യക്തിക്കോ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. വാറന്റോട് കൂടെയും വാറന്റ് ഇല്ലാതെയും അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്. വാക്കാലോ പ്രവൃത്തിയാലോ അറസ്റ്റ് നടത്താവുന്നതാണ് എന്നാണ് ക്രിമിനൽ നടപടി നിയമത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. അറസ്റ്റിന് വിധേയരാകുന്ന വ്യക്തിയോ വ്യക്തികളോ പോലീസ് ഉദ്യോഗസ്ഥന്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വഴങ്ങുന്നില്ല എങ്കിൽ ആ വ്യക്തിയെ തടഞ്ഞ് അറസ്റ്റ് ചെയ്യാവുന്നതാണ്. ആ വ്യക്തി ബലം പ്രയോഗിച്ച് എതിർക്കുകയാണെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന് ആവശ്യമായ ബലപ്രയോഗവും നടത്താവുന്നതാണ്. എന്നാൽ മരണശിക്ഷയോ ജീവപര്യന്തം തടവോ ലഭിക്കാവുന്ന കുറ്റം ചെയ്ത വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെ അല്ലാതെ മറ്റാർക്കെതിരെയും ബലപ്രയോഗം നടത്തുമ്പോൾ ആ പ്രവർത്തനം ആ വ്യക്തിയുടെ മരണത്തിനിടയാകാൻ പാടില്ല എന്ന് ക്രിമിനൽ നടപടി നിയമത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് ആവശ്യമായ ബലപ്രയോഗം മാത്രമേ നടത്താൻ പാടുള്ളൂ. ഒരു പോലീസ് ഓഫീസർക്ക് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതിനായി ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പിന്തുടർന്ന് പോകാവുന്നതാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ടയാൾ മറ്റൊരു വ്യക്തിയുടെ വീട്ടിൽ ഉണ്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ ന്യായമായി സംശയിക്കുന്നുവെന്നിരിക്കട്ടെ. അങ്ങനെ സംശയിക്കുന്നുവെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന് കടന്നു ചെല്ലാനുള്ള സൗകര്യം ആ വ്യക്തി ചെയ്തു കൊടുക്കുവാൻ ഉത്തരവാദിത്വപ്പെട്ടിരിക്കുന്നു. കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള ന്യായമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടതാണ്. എന്നാൽ താമസക്കാരൻ അതിന് വഴങ്ങുന്നില്ല എങ്കിൽ പോലീസ് ഓഫീസർക്ക് കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുന്നതിനായി ബലമായി ആ വീട്ടിൽ പ്രവേശിക്കാവുന്നതും അതിനായി വാതിലോ ജനലോ ഒക്കെ പൊളിക്കാവുന്നതുമാണ്. പക്ഷേ സ്ത്രീകൾ മാത്രമുള്ളിടത്ത് പ്രവേശിക്കുമ്പോൾ അതിനു മുൻപായി സ്ത്രീകൾക്ക് പുറത്തു പോകാനുള്ള അനുവാദം നൽകേണ്ടതാണ് എന്നും ക്രിമിനൽ നടപടി നിയമത്തിൽ പരാമർശിച്ചിരിക്കുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ കൈവശത്തിലുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കി ലിസ്റ്റ് ആ വ്യക്തിക്ക് നൽകേണ്ടതാണ്. വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്താൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കിയിരിക്കേണ്ടതാണ്. എന്നാൽ അറസ്റ്റ് ചെയ്ത സ്ഥലത്ത് നിന്ന് മജിസ്ട്രേറ്റിന്റെ അടുത്ത് എത്തുന്നതിന് എടുത്തിട്ടുള്ള യഥാർത്ഥ സമയം ഇതിൽ നിന്നും കുറവ് ചെയ്യുന്നതുമാണ്. അറസ്റ്റ് ചെയ്യാനുള്ള കാരണം പോലീസ് ഉദ്യോഗസ്ഥൻ വ്യക്തിയെ അറിയിച്ചിരിക്കേണ്ടതാണ് എന്ന് കർശനമായി തന്നെ നിയമത്തിൽ പരാമർശിച്ചിരിക്കുന്നതിനാലാണ് വാറന്റോട് കൂടിയാണ് അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അറസ്റ്റ് ചെയ്യുവാനുള്ള ഗ്രൗണ്ട്സ് ഉൾപ്പെടെ വാറന്റിലെ ഉള്ളടക്കം അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപായി കൃത്യമായി പ്രതിയെ അല്ലെങ്കിൽ കുറ്റാരോപിതനെ വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നീതിപൂർവകമായ അറസ്റ്റായി കണക്കാക്കാവുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇനി ഒരു ജുഡീഷ്യൽ ഓഫീസർ ആണ് അറസ്റ്റ് ചെയ്യപ്പെട്ടതെങ്കിൽ സ്ഥലത്തെ സെഷൻസ് ജഡ്ജിയുടെ മുൻകൂർ അനുവാദമില്ലാതെ അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ പാടില്ല. പോലീസ് ഓഫീസർക്ക് ഒരാളെ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ക്രിമിനൽ നടപടി നിയമസംഹിതയിൽ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ക്രിമിനൽ നടപടി നിയമത്തിലെ വകുപ്പുകൾക്ക് വിധേയമായി ചില സാഹചര്യങ്ങളിൽ പോലീസ് ഓഫീസേഴ്സിന് മജിസ്ട്രേറ്റിന്റെ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഒന്ന്, ഒരാൾ കൊഗ്നൈസബിൾ കുറ്റകൃത്യം നടത്തിയ സന്ദർഭങ്ങളിലോ അല്ലെങ്കിൽ കൊഗ്നൈസബിൾ കുറ്റകൃത്യം നടത്തിയതായി ന്യായമായി സംശയിക്കപ്പെടുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ. അപ്പൊ എന്താണ് ഈ കൊഗ്നൈസബിൾ കുറ്റകൃത്യം എന്നുള്ളത് നോക്കുമ്പോൾ ക്രിമിനൽ നടപടി നിയമസംഹിതയിലെ ഷെഡ്യൂളിലോ അല്ലെങ്കിൽ നിയമപ്രാബല്യമുള്ള മറ്റ് നിയമങ്ങളിലോ പരാമർശിച്ചിട്ടുള്ളതും പോലീസിന് വാറന്റ് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാവുന്നതുമായ കുറ്റകൃത്യങ്ങളെയാണ് കൊഗ്നൈസബിൾ കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത്. കൊഗ്നൈസബിൾ കുറ്റകൃത്യങ്ങൾ നടന്നാൽ അത് എപ്രകാരമാണ് രേഖപ്പെടുത്തേണ്ടത് എന്ന് ക്രിമിനൽ നടപടി നിയമത്തിൽ തന്നെ പരാമർശിച്ചിട്ടുണ്ട്. കുറ്റകൃത്യം ചെയ്ത ആളെ പോലീസിന് വാറന്റോടുകൂടി മാത്രം അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെയാണ് നോൺ കൊഗ്നൈസബിൾ കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കുറ്റകൃത്യം നടന്നാൽ പോലീസ് നടപടികൾ സ്വീകരിക്കുന്നത് എങ്ങനെ എന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു
അക്രമ സംഭവം ഉണ്ടായി എന്നിരിക്കട്ടെ, അതുണ്ടായാൽ അതിന് വിധേയരായ വ്യക്തിയോ വ്യക്തികളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി അക്രമ സംഭവത്തെക്കുറിച്ചുള്ള വിവരം പോലീസിൽ അറിയിക്കുന്നതോടുകൂടി ക്രിമിനൽ നിയമ നടപടി ആരംഭിക്കുകയാണ്. സാധാരണയായി അക്രമ സംഭവം നടന്നാൽ അതിന് വിധേയരായ വ്യക്തിയോ വ്യക്തികളോ ആയിരിക്കാം പോലീസിൽ പരാതിപ്പെടുന്നത്. ചിലപ്പോൾ അവർക്ക് വേണ്ടി മറ്റാരെങ്കിലുമോ ആ കാര്യങ്ങളെക്കുറിച്ച് പ്രാഥമികമായ അറിവ് ലഭിച്ചയാളോ പോലീസ് സ്റ്റേഷനിൽ പരാതി സമർപ്പിക്കുന്നു. കൊഗ്നൈസിബിൾ തരത്തിലുള്ളതോ നോൺ കൊഗ്നൈസിബിൾ തരത്തിലുള്ളതോ ആകാം കേസ്. കൊഗ്നൈസിബിൾ തരത്തിലുള്ളതോ നോൺ കൊഗ്നൈസിബിൾ തരത്തിലുള്ളതോ അസ്വാഭാവിക മരണത്തെക്കുറിച്ചുള്ളതോ ആയ കുറ്റത്തിന്റെ നടപടിക്രമങ്ങളിൽ പോലീസ് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് ക്രിമിനൽ നടപടി നിയമത്തിൽ കൃത്യമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. കൊഗ്നൈസിബിൾ കുറ്റകൃത്യങ്ങൾ നടന്ന വിവരങ്ങൾ വാക്കാലോ രേഖാമൂലമോ പോലീസിനെ അറിയിക്കാവുന്നതാണ്. കൊഗ്നൈസിബിൾ കുറ്റകൃത്യങ്ങൾ നടന്ന വിവരം വാക്കാൽ പോലീസിനെ അറിയിച്ചാൽ സ്റ്റേഷന്റെ ചാർജുള്ള ഓഫീസർ അത് എഴുതിയെടുക്കേണ്ടതാണ്. എഴുതിയെടുത്ത കാര്യങ്ങൾ വായിച്ച് കേൾപ്പിച്ച ശേഷം പോലീസ് വിവരം അറിയിച്ച ആളുടെ ഒപ്പ് വാങ്ങിയിരിക്കേണ്ടതാണ്. അതിലെ കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിട്ടുള്ള ജനറൽ ഡയറിയിലോ സ്റ്റേഷൻ ഡയറിയിലോ എഴുതേണ്ടതാണ്. FIRന്റെ അതായത് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിന്റെ ഒരു പകർപ്പ് വിവരങ്ങൾ കൊടുത്ത ആൾക്ക് സൗജന്യമായി നൽകേണ്ടതാണ്. വിവരങ്ങൾ രേഖപ്പെടുത്താൻ പോലീസ് വിസമ്മതിക്കുന്ന പക്ഷം അത് രജിസ്റ്റേർഡ് പോസ്റ്റ് മുഖേന പോലീസ് സൂപ്രണ്ടിന് അയച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്രകാരം രജിസ്റ്റേർഡായി ലഭിച്ച റിപ്പോർട്ടിൽ വാസ്തവമുണ്ടെന്ന് തോന്നുന്ന പക്ഷം സൂപ്രണ്ടിന് സ്വയമോ അല്ലെങ്കിൽ തന്റെ കീഴിലുള്ള പോലീസ് ഓഫീസറോടോ അന്വേഷണം നടത്താൻ ആവശ്യപ്പെടാവുന്നതുമാണ്. അപ്പൊ ഇതാണ് കൊഗ്നൈസബിൾ കുറ്റകൃത്യവും നോൺ കൊഗ്നൈസബിൾ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടിട്ട് സാധാരണക്കാർ അവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില വകുപ്പുകൾ. പോലീസ് ഓഫീസർക്ക് ഒരാളെ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാവുന്ന സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കൊഗ്നൈസബിൾ കുറ്റകൃത്യത്തെ പറ്റി പരാമർശിച്ചത്. ഒരാൾ കൊഗ്നൈസബിൾ കുറ്റകൃത്യം നടത്തുന്ന സന്ദർഭങ്ങളിലോ അല്ലെങ്കിൽ കൊഗ്നൈസബിൾ കുറ്റകൃത്യം നടത്തിയതായി ന്യായമായി സംശയിക്കപ്പെടുന്ന സന്ദർഭങ്ങളിലോ ക്രിമിനൽ നടപടി നിയമസംഹിതയിലെ വകുപ്പുകൾക്ക് വിധേയമായി പോലീസ് ഓഫീസർക്ക് മജിസ്ട്രേറ്റിന്റെ വാറന്റ് ഇല്ലാതെ വ്യക്തിയെയോ വ്യക്തികളെയോ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഈ രണ്ട്, കുറ്റാരോപിതരുടെ കൈവശം ഭവനഭേദനത്തിനുള്ള ആയുധങ്ങൾ കാണപ്പെടുകയും അത് ഭവനഭേദനത്തിനുള്ളതല്ല എന്ന് നിയമപരമായി അവർക്ക് തെളിയിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സന്ദർഭങ്ങളിലും മജിസ്ട്രേറ്റിന്റെ വാറന്റ് ഇല്ലാതെ പോലീസ് ഓഫീസർക്ക് വ്യക്തിയെയോ വ്യക്തികളെയോ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ കേസ്, അയാൾ പ്രഖ്യാപിത കുറ്റവാളിയാണെന്ന് മനസ്സിലാക്കുന്ന അവസരത്തിൽ. 4, കളവ് മുതൽ കൈവശം വെച്ചിരിക്കുന്ന സന്ദർഭങ്ങളിൽ. 5, ആരെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിന്റെ കൃത്യനിർവഹണത്തിൽ തടസ്സമുണ്ടാക്കുകയോ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ. പിന്നെ കര, വായു, നാവിക സേനകളിൽ ജോലിയുള്ളവർ ജോലിയിൽ നിന്ന് ഒളിച്ചോടുന്ന സന്ദർഭങ്ങളിൽ. പിന്നെ ഒരാൾ ഇന്ത്യക്ക് വെളിയിൽ വെച്ച് കുറ്റം ചെയ്തതായി സംശയിക്കപ്പെടുകയും കുറ്റവാളിയെ കൈമാറുന്നതിനുള്ള നിയമം, എക്സ്ട്രഡിഷൻ ലോ എന്ന് പറയും, ആ നിയമം അനുസരിച്ച് അറസ്റ്റ് ചെയ്യപ്പെടേണ്ടി വരുന്നതുമായ സന്ദർഭങ്ങളിൽ. പിന്നെ മോചിപ്പിക്കപ്പെട്ട തടവുകാർ വ്യവസ്ഥ ലംഘിക്കുമ്പോൾ അറസ്റ്റ് ചെയ്യുവാനുള്ള അഭ്യർത്ഥന മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സന്ദർഭങ്ങളിൽ. അതുപോലെ പോലീസുകാർക്ക് നേരിട്ടിടപെടാവുന്ന കുറ്റകരമായ പ്രവൃത്തികൾ നടത്തുന്നതിന് തന്റെ സാന്നിധ്യം മറച്ചുവെക്കുവാൻ ആരെങ്കിലും മുൻകരുതലുകൾ നടത്തുന്ന സന്ദർഭങ്ങളിൽ. പിന്നെ കവർച്ച, മോഷണം മുതലായവ സ്ഥിരം തൊഴിലാക്കിയിട്ടുള്ളവരെ. അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ ഒരു നോൺ കൊഗ്നൈസബിൾ കുറ്റകൃത്യം നടത്തിയതായി ആരോപണ വിധേയനാവുകയോ ചെയ്യുന്ന ആളോട് പോലീസ് ഉദ്യോഗസ്ഥൻ പേരും വീട്ടുപേരും ഒക്കെ ചോദിക്കുമ്പോൾ അത് പറയാൻ വിസമ്മതിക്കുകയോ തെറ്റായ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ ആണെങ്കിൽ മേൽപ്പറഞ്ഞ സാഹചര്യങ്ങളിലാണ് പോലീസ് ഓഫീസർക്ക് ഒരാളെ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില സന്ദർഭങ്ങൾ ക്രിമിനൽ നടപടി നിയമത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. നീതിയും നിയമവും ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് സൗമ്യ ബിജു. ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ.